സിംഹവും കടുവയും പുലിയുമെല്ലാം അലഞ്ഞു നടക്കുന്ന കാഴ്ചകൾ കാണാൻ ഇനി ദുബായിലേക്ക് വരാം. 3000-ഓളം വന്യമൃഗങ്ങളുള്ള ദുബായ് സഫാരി പാർക്ക് അടുത്ത മാസം 1-ന് സന്ദർശകർക്കായി തുറക്കുകയാണ്. പുതിയ സീസണിലെ ടിക്കറ്റ് നിരക്കടക്കമുള്ള വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്ന് ദുബായ് മുനിസിപ്പാലിറ്റി അറിയിച്ചു. മരുഭൂമിയിൽ കാടും കാട്ടുമൃഗങ്ങളെയും കണ്ടുകൊണ്ട് ഒരു വനയാത്ര. രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെലവിടാൻ സമയം. അത്രത്തോളം ഹിംസ്രജന്തുക്കൾ, ഇഴജന്തുക്കൾ, പാമ്പുകൾ അടക്കമുള്ളവ, മറ്റ് വന്യജീവികൾ എല്ലാറ്റിനെയും കാണാം. ദുബായ് സഫാരി പാർക്കിൽ വരണം. 6 മേഖലകളാക്കി തിരിച്ചാണ് ലോകത്തിലെ വന്യമൃഗങ്ങളെ ദുബായ് സഫാരി പാർക്ക് സന്ദർശകർക്ക് മുന്നിൽ അവതരിപ്പിക്കുക. പുലിയും കടുവയും സിംഹവുമെല്ലാം കൊടുങ്കാടിന് സമാനമായ ആവാസ വ്യവസ്ഥയിൽ ഇവിടെ അലഞ്ഞു നടക്കും. ആഫ്രിക്കൻ മൃഗങ്ങൾക്കും ഇന്ത്യ അടക്കമുള്ള ദക്ഷിണേഷ്യൻ കാടുകളിലെ മൃഗങ്ങൾക്കുമെല്ലാം പ്രത്യേകം ഇടങ്ങളുണ്ട്. ഇരയെ കാണുന്ന വിധത്തിലാണ് വന്യമൃഗങ്ങളെ പാർപ്പിക്കുക. വേട്ടയാടാനുള്ള കരുത്തും ശൗര്യവും ചോർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. സാധാരണ ദിവസങ്ങളിൽ രാവിലെ 9 മണിക്കാണ് സഫാരി പാർക്കിന്റെ പ്രവർത്തനം തുടങ്ങുകയെങ്കിലും പുതിയ സമയക്രമം ഉടൻ മുനിസിപ്പാലിറ്റി പ്രഖ്യാപിക്കും. ചൂടുകാലം പരിഗണിച്ചാണ് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി സഫാരി പാർക്ക് അടച്ചിട്ടത്. 3000-ഓളം മൃഗങ്ങൾ സഫാരി പാർക്കിൽ ഉണ്ടാകും. 78 വർഗത്തിൽപ്പെട്ട സസ്തനികൾ, 50 ഇനങ്ങളിലായി നിരവധി ഉരകജീവികൾ, 111 വിഭാഗങ്ങളിലായി ആയിരക്കണക്കിന് പക്ഷികൾ എന്നിവയെല്ലാം വിസ്മയ കാഴ്ച ഒരുക്കും. നഗരത്തിനുള്ളിൽ ഒരു കൊടും വനത്തിലെ കാഴ്ച ഒരുക്കുകയാണ് ദുബായ് സഫാരി പാർക്ക് എന്ന് മുനിസിപ്പാലിറ്റിയിലെ പബ്ലിക് പാർക്ക് വിഭാഗം ഡയറക്ടർ അഹമ്മദ് അൽ സറൂണി അറിയിച്ചു. സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്, ദുബായ്.